ഹലോ ഫാമിലി, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ സർക്കുട്ടിയും ഞാനും കൂടെ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം. ഈ സംഭവം കുറച്ച് നാളായി ഓർഡർ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പൊ ഞാൻ കുറെ പറഞ്ഞ് ചളി അടിച്ച് നശിപ്പിക്കാണ്ട് ഞാൻ സംഭവം ഓപ്പൺ ചെയ്യുക കേട്ടോ. അമ്മ നട പറഞ്ഞതല്ല, അമ്മ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ലേ? ഓ, നമുക്ക് ഈ കൊച്ചു ചിലപ്പം ഈ വീഡിയോയിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ്. ഓക്കെ, നമുക്കിതെന്തായാലും പൊട്ടിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. എല്ലാവരും മനസ്സിലായില്ലായിരുന്നോ? ഇത് വന്നിട്ട് വേറെ ഒരു നല്ല കിഡ്സിന്റെ ടോയ്സ് വെക്കുന്ന ഒരു കുഞ്ഞു ഷെൽഫാണ് കേട്ടോ. അറിയില്ല എങ്ങനെ ഉണ്ടാവും അറിയില്ല. റിവ്യൂസ് കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ആമസോൺ ആണെങ്കിൽ നമുക്കങ്ങനെ പേടിക്കാനില്ല അല്ലേ? നോക്കാം. അല്ല, ഈ ടോയ്സ് ഒക്കെ അവിടെ ഇവിടെ എല്ലാം കിടക്കുക. ഒരു ഇതുണ്ട്, അവർക്ക് ഒരു ബാസ്കറ്റ് ഉണ്ട്. പക്ഷേ ബാസ്കറ്റിൽ ഫില്ലായിപ്പോയി. വാങ്ങിച്ചല്ലേ? വെയിറ്റ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അത്യാവശ്യം ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ പറയുന്നു, മലയാളത്തിൽ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് റാക്കിൽ ഓർഗനൈസ് ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ബലമൊന്നും ഇല്ല കേട്ടോ സംഭവം. നമുക്ക് അത്ര ഭയങ്കര വെയിറ്റുള്ള സംഭവങ്ങൾ വെക്കാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ കൊറേ ടോയ്സിന്റെ ഓരോ രൂപം. അതായത് ഇതില് വന്നിട്ട് പിന്നെ ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇതിന്റെ പ്രൈസ് വന്നിട്ട് 2000 സംതിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു വേർത്ത് ഇല്ല കേട്ടോ. ഒരു 1500 ആ റേഞ്ചിനൊക്കെ ഉള്ളതേ ഉള്ളൂ കേട്ടോ ഏകദേശം. നമുക്ക് എന്തായാലും ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പൊ അതിന് വരാം. ഓക്കെ, സെറ്റ് ചെയ്യണത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ ഇടാം. ഉപകാരമാണെങ്കിൽ ഉപകാരം ഇടാം. ഇതിലുണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്. പേപ്പർ ഉണ്ട്, നല്ല പണിയാണ്. എന്തായാലും ഞാൻ സെറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. കാരണം ഞാൻ കരുതുന്നത് കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും എന്നാണ്. അപ്പൊ ആരെങ്കിലും ഇങ്ങനത്തെ ഇത് ചെയ്യാൻ എന്താ പറയാ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ ഇതിന്റെ കറക്റ്റ് പ്രൈസ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാം. ആ പ്രൈസിനുള്ള ഒരു വർത്ത് അല്ല കേട്ടോ. എന്താണെന്നെങ്കിലും ഇവരുടെ ടോയ്സിന് ഇരിക്കുമെന്ന് അറിയില്ല. പിന്നെ ഇതിന് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ബലം ഉണ്ടോയെന്ന് അറിയില്ല. ചില ടോയ്സ് കുറച്ച് വെയിറ്റ് ഉള്ളതൊക്കെയാണ്. എന്തായാലും നമുക്കൊന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ. അസംബിൾ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ വരാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ഇവയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ബ്ലാക്ക് കളറിലെ ബട്ടൺ വെച്ചിട്ട് ആ ബട്ടണിൽ ഓരോരോ ബോർഡ് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഹാമർ ഒട്ടും ബലമില്ലാത്ത ഹാമറാണ്, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് എന്താ പറയുന്നത്, ഒരു ഔട്ട് ഓഫ് 5 ഒരു 3.8 നമുക്കിതിന് വാല്യൂ ചെയ്യാം. അത്രേ നമുക്ക് ഇതിനൊരു റിവ്യൂ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പിങ്ക് കളർ ലൈൻ അത്യാവശ്യം ബലമുണ്ട്. പക്ഷേ നമുക്കതൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒന്നും അവരത് കീപ്പ് ചെയ്തിട്ട്
ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. പിന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് 10 മണിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, കാരണം നമ്മൾ ഭയങ്കര ടയേർഡായി. എന്നാലും ഇപ്പോൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് പോയാൽ മതി, കാരണം അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളത് കഴിയാതെ അവൾ അവിടെ നിന്ന് എണീക്കില്ല. അവൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പണികൾ ഇതൊക്കെയാണ്. എന്നിട്ട് അവൾക്ക് പോലും ഇത് മടുത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. കാരണം ആ ബട്ടൺസ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത ബോർഡ് വെക്കും, അതിൽ സ്യൂട്ട് ആവത്തില്ല. പിന്നെ എല്ലാം അഴിച്ചു മാറ്റണം. നല്ല ക്ഷമയുള്ളവർക്കേ പറ്റത്തുള്ളൂ. നല്ല ചൂടുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സെറ താഴേക്ക് പോയി, അവൾക്ക് ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവയും കൂടി നിന്നിട്ടായിരുന്നു. ഞാൻ ചെയ്തില്ല, ഇവയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്നു, സെറ വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, നീ നൈസായിട്ട് മുങ്ങിക്കളഞ്ഞതാണല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇങ്ങനെ അതിൻ്റെ ഫിനിഷിങ് വർക്കിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കമ്പാർട്ട്മെൻറ്റ്സ് ആക്കണം. കാരണം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കോസ്മെറ്റിക്സും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ടോയ്സൊക്കെ വെക്കാനാണല്ലോ. അല്ലാതെ ഇപ്പോൾ ഡ്രസ്സ് ഹാങ് ചെയ്താണെങ്കിൽ ഇത്ര മതിയായിരുന്നു. ഇത്ര ബാലൻസ് ഉണ്ട്, ഇതും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതിനുശേഷം താഴെ പോയി കിടന്ന് ഉറങ്ങണം. ആവശ്യമില്ലേ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2000 പോയി. 2000 അല്ല, 2650 രൂപ എൻ്റെ പോയി. വലിയ ഗുണമില്ല കേട്ടോ. എനിക്ക് കിട്ടിയ പീസിൻ്റെ ആണോ എന്നറിയില്ല. ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് ഒരു 2000 കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ഫൈബറിൻ്റെ എങ്കിലും കിട്ടും കടയിൽ നിന്ന്. വെറുതെ ആണ്. ഞാനൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് അതിൽ ഈ പറഞ്ഞതുപോലെ കാർട്ടൂണിൻ്റെ ആ ബോർഡൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. പക്ഷേ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഇത്ര ആയിട്ടുണ്ട് ഏകദേശം. ഇവിടെ വരെ ആയിട്ടുണ്ട്. ഇവൻ ഡോറും അടയുന്നില്ല, അതിൻ്റെ മാഗ്നറ്റും ഒന്നും പ്രോപ്പറല്ല. എനിക്ക് ആമസോൺ തന്നെ ഇതുവരെ പറ്റിച്ചിട്ടില്ല. ഐ റിയലി പിറ്റി ഓൺ യു ആമസോൺ. എന്ത് പറയാനാ, ഇനി അങ്ങനത്തെ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല. എനിക്ക് എപ്പോഴും എന്നെ ഫ്ലിപ്കാർട്ട് പറ്റിക്കാറുണ്ടായിരുന്നു. മീഷോ, ആമസോൺ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പണി കിട്ടി. എൻ്റെ 2650 രൂപ പോയി. എന്താണെന്നുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം ടോയ്സൊക്കെ നമുക്കൊന്ന് വെക്കാം. പിന്നെ അവരുടെ സ്കൂളിൽ കൊണ്ടുപോകണ അതിൻ്റെ എന്താ പറയുക, ID കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാം. അതൊക്കെ ഉള്ളൂ അല്ലേ, അല്ലാതെ വലിയ പ്രയോജനമില്ല കേട്ടോ. അപ്പം ആരെങ്കിലും ഇങ്ങനത്തെ ഐറ്റം വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തിങ്ക് ട്വൈസ്. പോരേ, ഒട്ടും പോരാ.